കഴിഞ്ഞ ദിവസം കൺവെൻഷനിൽ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഡീൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചൊരു ഡീൽ നടക്കുന്നുണ്ട്, അരുവിക്കര തിരുവനന്തപുരം ഡീൽ. അതെ, അത് വളരെ വ്യക്തമാണല്ലോ. കാരണം തിരുവനന്തപുരത്ത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തുടർച്ചയായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. 14-13 LDF ജയിച്ചപ്പോഴും കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു ശിവകുമാർ. ശിവകുമാറിൻ്റെ 2 പ്രാവശ്യം ജയിക്കുകയും MLA ആയ മന്ത്രി വരെ ആയ ഒരു മണ്ഡലം. അദ്ദേഹം കഴിഞ്ഞവിടെ 2ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് ഒരു സീറ്റിൽ മത്സരിക്കുന്നു. അദ്ദേഹം എന്തിനാണ് ഈ മണ്ഡലം വിട്ടു പോയത്? അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസക്കുറവില്ലേ? കോർപ്പറേഷൻ ഇലക്ഷന് ഇവിടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF ആണ്, 40,000 വോട്ട്. 2ാം സ്ഥാനം BJP ആണ്, 34,000. കോൺഗ്രസ് UDF 3ാം സ്ഥാനം, 32,000 വോട്ട്. അപ്പോൾ 3ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് കോൺഗ്രസ്സിന് വന്നിരിക്കുന്നു, ഇവിടെ ജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ LDFും BJPയും ആയിട്ടുള്ള ഫൈറ്റിലേക്കാണ് പോകുന്നത്. ആ ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത് കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി അരുവിക്കരയിലേക്ക് പോയി അവിടെ BJP ആരും അറിയാത്തൊരു ദുർബലനായ സ്ഥാനാർത്ഥി അവിടെ BJP നിർത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരവും ശിവകുമാറിൻ്റെ ഒരു പഴയ രാഷ്ട്രീയ നിലപാടുകൾ വെച്ച് നോക്കുമ്പോഴും അതിനുള്ള സാധ്യതയുണ്ടെന്ന് ഞാനാകെ സംശയിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസിലെ ചില ആൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നത് തിരുവനന്തപുരവും അരുവിക്കരയുമായിട്ട് ഒരു ഡീല് ഉറപ്പിച്ചിട്ടുണ്ട്. ശിവകുമാറിന് അവിടെ ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് തിരുവനന്തപുരത്തെ ബലി കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് എനിക്ക് വിശ്വസനീയമായ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് ഈ തുടക്കത്തിൽ ഡീലാരോപണം തുടങ്ങി വയ്ക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് താങ്കളെ ഉന്നയിച്ച ഡീൽ അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ധാരണ പ്രകാരമാണോ? അല്ല, കോൺഗ്രസ് അറിയാതെ ഇങ്ങനൊരു ഡീലിൽ ഇങ്ങനെ കോൺഗ്രസ് ആ സീറ്റ് ഉപേക്ഷിക്കില്ലല്ലോ. എന്തിനുപേക്ഷിച്ചു? ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 3 പ്രാവശ്യം മത്സരിച്ച് 2 പ്രാവശ്യം ജയിച്ചു, മന്ത്രി വരെയായ മണ്ഡലത്തിലെ MLA ആയിരുന്നയാൾ ഇപ്പോഴും മത്സരരംഗത്ത് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. ആ സീറ്റ് ഉപേക്ഷിക്കാം. വേറെ എത്രയോ സീറ്റുകളിൽ ഒരിക്കലും ജയിക്കാത്ത എത്ര സീറ്റുണ്ട്, അതൊക്കെ അവിടെയല്ലേ മറ്റേ കക്ഷികൾ കൊടുക്കൂ സാധാരണഗതിയിൽ. എന്നാലിവിടെ കോൺഗ്രസ്സിന് വിജയസാധ്യതയുള്ള 2-3 മണ്ഡലങ്ങൾ പണ്ടെടുക്കുമ്പോൾ അതിലേറ്റവും മുമ്പിൽ നിന്ന മണ്ഡലമായിരുന്നു ഇത്. ഈ മണ്ഡലം എങ്ങനെയാണ് CMPക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യം എന്താണ്? CMPക്ക് വിട്ടുകൊടുത്തോട് അത് 3ാം സ്ഥാനം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കാതെ ഇവിടം വിട്ട് ഓടുകയും ആ പ്രവർത്തകരെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വളരെ വളരെ കുറവാണല്ലോ. എല്ലാവരും മിക്കവാറും കൂടുതൽ പേര് അരുവിക്കരയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡീൽ എന്നുള്ള ഒരു വിവരം ശരിവയ്ക്കുന്നതാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം. തിരുവനന്തപുരത്തെ കോൺഗ്രസിനെ നിർജ്ജീവമാക്കിക്കൊണ്ടാണ് അരുവിക്കരയിൽ ഇപ്പോൾ അവരുടെ നേതൃത്വം പ്രവർത്തിക്കുന്നത്. UDFൻ്റെ പ്രവർത്തകർ പ്രധാനമായിട്ട് കോൺഗ്രസ് ആയിരുന്നു ഇവിടെ. പക്ഷേ കോൺഗ്രസിൻ്റെ ഏതാണ്ട് എല്ലാ പ്രവർത്തകരും, നല്ലൊരു ശതമാനം പ്രവർത്തകർ ഇപ്പോൾ ബഹുഭൂരിപക്ഷം അരുവിക്കരയിലേക്ക് പോയി. ബാക്കി ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്ന ശരത്ചന്ദ്ര പ്രസാദ്, അത് ഈ മണ്ഡലംകാരനാണ്, അദ്ദേഹം നേരെ കഴക്കൂട്ടത്ത് പോയി. അദ്ദേഹത്തിനോടൊപ്പം കുറേ പ്രവർത്തകർ, മുരളീധരനോടൊപ്പം കുറേ പേര് പോയി. തൊട്ടടുത്ത മണ്ഡലമായ ശബരിനാഥിന് വേണ്ടി കുറേ പേര് പോയി. അതിലെ ഇവിടെ അവസ്ഥ, മണ്ഡലത്തിന് ഏത് ഭാഗത്ത് ചെന്നാലും അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ പ്രസൻസ് അങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.